അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പട്ടുപാവാടയുടെ ലോങ് ബ്ലൗസ് ആണ്. ഇത് പാവാട തയ്ച്ച് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കിത് ത്രെഡ് ആൻഡ് നീഡിൽ ചാനൽ പട്ടുപാവാട എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാം. ഇത് പഫ് സ്ലീവിൻ്റെ ബ്ലൗസും ബാക്ക് ഓപ്പൺ ചെയ്ത് സിബ് വെക്കുന്നതാണ്. അപ്പം വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഞാൻ ഈ പാവാടയുടെ ബ്ലൗസിൻ്റെ തുണി എടുത്തിട്ടുണ്ട്. അതെടുത്ത് നമുക്ക് ഇതാണ് ആ ബോർഡറുള്ള ഭാഗം സ്ലീവിന് വെക്കുന്ന 3/4. അപ്പോൾ ലൈനിങ്ങിൻ്റെ തുണി ഉണ്ട്, അത് എടുത്ത് അളവ് ബ്ലൗസുമായിട്ട് എടുത്ത് വെച്ച് നമുക്ക് ലൈനിങ്ങിൻ്റെ തുണിയിലാണ് ആദ്യം ഇത് അളവെടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് അളവ് ബ്ലൗസ്. ഇതിൻ്റെ നെഞ്ചുവണ്ണം എടുക്കണം, ഇറക്കം എടുക്കണം, ബാക്ക് ഓപ്പൺ ചെയ്ത് സിബ്ബായത് നെഞ്ചുവണ്ണം എടുക്കണം. ആദ്യം നെഞ്ചുവണ്ണം ഇങ്ങനെ ഒരു കൈക്കുഴിയുടെ ആ ഭാഗത്തുനിന്ന് മറ്റേ കൈക്കുഴിയുടെ അടിഭാഗത്തോട്ട് വരെയാണ് എടുക്കേണ്ടത്. 15 ഇഞ്ചുണ്ട്, വലിച്ചു പിടിച്ച് വേണം എടുക്കാൻ. 15 എടുക്കണം. പിന്നെ വേസ്റ്റും എടുക്കണം, 13 ഉണ്ട്. അടിഭാഗവും 13, 14 ഉണ്ട്. ഇപ്പം ഒന്നിച്ച് ഞാൻ ഈ 15ൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടുക. 17 ഇഞ്ച് ഇറക്കമുണ്ട്, 18.5 എടുക്കണം. അടിയിൽ 1 ഇഞ്ച്, മുകളിൽ 1/2 ഇഞ്ച്. അങ്ങനെയാണ് 1.5 ഇഞ്ച് ഇറക്കം എടുക്കേണ്ടത്. നമ്മൾ തുണിയെ ആദ്യം ഇങ്ങനെ ഒന്ന് വക്ക് ഭാഗം വെച്ചൊന്ന് മടക്കിയിടണം. വക്ക് ഭാഗം ഇത് കയറിയിറക്കം ഉണ്ടെങ്കിൽ അത് സ്കെയിൽ വെച്ച് നമ്മളത് ചോക്ക് വെച്ചൊന്ന് വരച്ചത് നേരെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. കയറിയിറക്കം നല്ലതുപോലുള്ള തുണി, ഈ കോട്ടൺ തുണി നമ്മൾ ലൈനിങ് വാങ്ങിക്കുമ്പോൾ കാണും. അപ്പോൾ 18.5 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട്. അത് അങ്ങനെ അടയാളം ചെയ്ത് സ്കെയിൽ വെച്ച് വരച്ചെടുക്കാം. അങ്ങനെ വരയ്ക്കുവാണ്. ഇനി ഇതിനെ രണ്ടായിട്ട് അങ്ങ് മടക്കണം. ബാക്കും ഫ്രണ്ടും ഒന്നിച്ച്. ഇനിയിപ്പോൾ വണ്ണം പിടിക്കണം. നമുക്ക് 7.5 ഇഞ്ചാണ് വേണ്ടുന്നത്. 8.5, 9 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് അധികം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് അധികം എടുക്കുന്നത്. അതൊക്കെ അവരവരുടെ ഉടുപ്പ് എങ്ങനെ ഇറക്കം ഉള്ള അതേമാതിരി ഇതേമാതിരി വണ്ണം ഇറക്കോ ഞാൻ അളവ് എടുത്തണക്ക് എടുക്കണം. ഞാൻ 18.5 ഇഞ്ചുണ്ട്, അത് അടയാളം ചെയ്ത്. ലോങ് ബ്ലൗസിന് ഒരുപാട് ഇപ്പോൾ ഇറക്കമൊന്നും വെക്കില്ല. കഴുത്ത് അളവ് ബ്ലൗസ് എടുത്ത് വെച്ചതിന് ശേഷം കഴുത്തിൻ്റെ ഇറക്കം ഇതേമാതിരി അങ്ങ് അളന്നെടുത്താൽ മതി. പിന്നെ ഇറക്കം കൂട്ടേണ്ടവർക്ക് കൂട്ടാം, കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാം. മുകളിലോട്ട് 1/2 ഇഞ്ച് ഇട്ടിട്ടുണ്ട്, അടിയിൽ 1 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം എടുക്കുക, ഷോൾഡർ എടുക്കുക. ഞാൻ ഷോൾഡർ തന്നെ എടുത്ത് വെച്ച് നമുക്ക് കൈക്കുഴി എടുക്കണം. 6 ഇഞ്ചുണ്ട് ഷോൾഡർ. ഒരു 4 ഇഞ്ച്, ഒരു 2-2.25 ഇഞ്ച് കഴുത്തിൻ്റെ അകലം എടുത്തിട്ടുണ്ട്. 2 എടുത്തിട്ട് പിന്നെ 4 ഇഞ്ചും എടുത്തിട്ടുണ്ട്. പിന്നെ മുൻകഴുത്ത് ഒരു 5.5, പിൻകഴുത്ത് 4. ആ അടയാളം തന്നെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ചതുരം വരച്ചിട്ട് വേണം നമുക്ക് റൗണ്ട് നെക്കാണ് രണ്ടും എടുക്കുന്നത്. ഒരു 1/2 ഇഞ്ച് അവിടെ ആ ചതുരത്തിൽ നിന്ന് കൊടുത്ത് റൗണ്ട് ചെയ്യാൻ. ഇതേമാതിരി അങ്ങ് വരച്ചാൽ മതി, നല്ല ഷേപ്പിന് കിട്ടും. നമുക്ക് കൈക്കുഴിയാണ് അടയാളം ചെയ്യേണ്ടത്. അവിടെ ഒരു 4 ഇഞ്ച് അടയാളം ചെയ്തിട്ട് ഒരു 6 ഇഞ്ച്. വണ്ണം വലുതായിട്ടില്ലാത്തൊരു കുട്ടിയാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, വണ്ണം കുറവുള്ള ആളാണ്. ഇവിടെ 1 ഇഞ്ച് എടുക്കുക, പിന്നെ 1.5 ഇഞ്ച് എടുക്കുക. 1 ഇഞ്ചിലും വരയ്ക്കണം, 1.5 ഇഞ്ചിലും വരയ്ക്കണം. ചരിച്ച് കൈക്കുഴി വരച്ചു കൊടുക്കണം. അത് 1.5 ഇഞ്ച് എടുക്കുന്നത് ബാക്കിൻ്റെ ഭാഗവും മുൻഭാഗം 1 ഇഞ്ചും, അതാണ് കൈക്കുഴി. അതാണ്ട് ഇത് ചരിച്ച് വരച്ചു കൊടുക്കണം. ഇത് ഇങ്ങനെ ഷോൾഡർ ചരിവ് കൊടുക്കണം. അതാണ് ഇപ്പം കണ്ട ലോങ് ബ്ലൗസ്. അപ്പോൾ നമ്മൾ ബെറ്റിക്കോട്ട് ഇതേമാതിരി അറിയാൻ വയ്യത്തവർക്ക് ബെറ്റിക്കോട്ട് ഇതേമാതിരിയാണ് വെട്ടേണ്ടത്. അപ്പം അതിന് ഇറക്കം ശകലം കുറച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ 18.5 ഉണ്ട്. ബെറ്റിക്കോട്ടിനാകുമ്പം ഒരു 11, 12 വെച്ച് പിള്ളേർക്കൊക്കെ ആണെങ്കിൽ മുൻകഴുത്ത് പിന്നെ എടുത്ത് വെട്ടുക. പിൻകഴുത്തും മുൻകഴുത്തും ഒന്നിച്ച് വെട്ടിയതിന് ശേഷം ബാക്ക് കഴുത്ത് പിന്നെ അത് മുൻകഴുത്ത് എടുത്ത് വെട്ടുക. ഇത് ബാക്കിൻ്റെ ഓപ്പൺ ചെയ്യുക, ബാക്ക് ഭാഗം ബ്ലൗസിൻ്റെ. ഇതിന് ശേഷം ഇനി ഫ്രണ്ട് എടുത്ത് വെട്ടിയാൽ മതി. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ആ കഴുത്ത് അല്ല, ആ കൈക്കുഴി എടുത്ത് വെട്ടുകയാണ്. ഇനി ഇത് സിബ് വെക്കാനുള്ളതാണ്. അത് പിന്നെ ഞാൻ കാണിച്ചാൽ ഇതിനി നമുക്ക് ബ്ലൗസിൻ്റെ ഭാഗം എടുക്കാം. ചീത്ത വശം അറിയാൻ വേണ്ടി ഞാൻ ആദ്യമേ ഒന്ന് മാർക്ക് ചെയ്യുക. കാരണം നമ്മൾ പിന്നെ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ നല്ല ഗ്ലേസിംഗ് ഉള്ള ഭാഗം ഏതാണെന്ന് അറിയത്തില്ല. അതാ ഇങ്ങനെ ഇട്ട് നോക്കണം.
ഞാൻ ഇങ്ങനെ ഇട്ട് നോക്കിയൊക്കെ ഇറക്കം പിടിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. കാരണം 18.5 ഇഞ്ച് കിട്ടാൻ പാടാണ്, 2 ഭാഗവും കൂടെ കിട്ടാൻ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ചു. ആദ്യം ഇങ്ങനെ വെച്ച് നോക്കിയതിന് ശേഷമേ നമ്മൾ തുണി വേറെ ഇടുക. കാരണം ഇറക്കവും മണ്ണും ഒക്കെ നോക്കണം. ഇങ്ങനെ ആദ്യം ഒരു പീസ് എടുത്തിട്ട് അടുത്ത പീസും ഇതേമാതിരി തിരിച്ചെടുത്ത് വെച്ച് ഇതേമാതിരി നോക്കുക. എന്ന് കിട്ടിയില്ല, ഇറക്കം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ നേരെ വക്ക് ഭാഗവും കൂടെ അങ്ങ് മടക്കി നേരെ ഒറ്റ മടക്കിയതിന് ശേഷം ഒന്നും കൂടെ മടക്കി. ഇപ്പം 2 ഭാഗമായി. ഇനി ഒന്നും കൂടെ അങ്ങ് മടക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് 9 ഇഞ്ച് വണ്ണം കിട്ടി. ഇതിപ്പോൾ 9 ഇഞ്ച് വണ്ണമുണ്ട്. നേരെ വരച്ച് നല്ല ഉണക്ക് തുണിയിട്ട് ഇനി നമുക്ക് കണ്ട അളവ് ബ്ലൗസ് എടുത്ത് വെച്ച് ബാക്ക് പീസാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഫ്രണ്ട് പീസ് പിന്നെ നമുക്ക് എടുത്ത് വെട്ടിയാൽ മതിയല്ലോ. ഒന്നിച്ചങ്ങ് വെട്ടാം. ഒരു 2 പീസ് ഒരേ മാതിരി അങ്ങ് വെച്ച് വെട്ടാം. ഇത്രയേ ഉള്ളൂ. ലോങ് ബ്ലൗസ് എളുപ്പം വെട്ടാവുന്നതാണ്. തയ്യൽ അതിനെക്കാട്ടി പിന്നെ അതിനകത്ത് സിബ് വെക്കുന്നതും പഫ് സ്ലീവൊക്കെ നോക്കുമ്പോഴാണ് ഇച്ചിരി താമസം വരുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും ലെങ്തിയായി ഇരിക്കുന്നത്. പഫ് സ്ലീവും പിന്നെ സിബ് വെക്കുന്നതും. കൈക്കുഴി ഇതേമാതിരി അങ്ങ് വരച്ചു കൊടുത്താൽ മതി. ഇനി താഴെ വരയ്ക്കാം. ബാക്കും ഫ്രണ്ടും ഒന്നിച്ചങ്ങ് വെട്ടി. ഇനി പിന്നെ ഞാൻ ഫ്രണ്ട് എടുത്ത് വെട്ടും, കൈക്കുഴി എടുത്ത് വെട്ടും. അതിന് ഓപ്പൺ ചെയ്ത് 2ആയിട്ട് മടക്കി ഇട്ടിട്ട് പിന്നെ ഒന്നും കൂടെ മടക്കിയില്ല. അങ്ങനെ 2 ഭാഗവും ഓപ്പൺ ചെയ്ത്, അല്ല ഒരു ഭാഗം ഓപ്പൺ ചെയ്ത് ഇനി നമുക്ക് സ്ലീവാണ് വെട്ടേണ്ടത്. സ്ലീവിൻ്റെ തുണിയാണിത്. ഈ ബോർഡർ ഭാഗം 3/4 ഒരു 10 ഇഞ്ച് 3/4 ഒന്നുമില്ല, മുക്കാൽ. ഇത് ഹാഫ് കഴിഞ്ഞ് കുറച്ചും കൂടെ ഉള്ളു. 10 ഇഞ്ചേ ഉള്ളു ഇറക്കം, 10.5 ഇഞ്ചേ ഉള്ളു ഇറക്കം. അത് ഞാൻ അളവെടുക്കുന്നത് കാണിക്കാം. അളവ് ബ്ലൗസ് എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ അതേമാതിരി അളവെടുക്കണം. ഇതേമാതിരി ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ കൊണ്ടുവന്ന് 10.5 ഇഞ്ച് കൈയിറക്കമുണ്ട്. 12 ഇഞ്ച് 2 ഇഞ്ചും കൂടെ കൂട്ടിയെടുക്കണം. നമുക്ക് മടക്കി തയ്ക്കണം. ശകല ഇറക്കം കൂടിയെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, പഫ് മേലോട്ട് പൊങ്ങിപ്പോവും. അതുകൊണ്ട് സാധാരണ പഫുള്ളതിന് ഇച്ചിരി ഇറക്കം കൂടിയാൽ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. അടയാളം ചെയ്ത് ഇനി കൈക്കുഴി എത്ര വേണമെന്ന് നോക്കാം. കൈക്കുഴി ഒരു 8.5 ഇഞ്ച് മതി. 8.5 കഴിഞ്ഞ് 9.5 ഉണ്ട്. ഇതിപ്പം നമ്മൾ പഫ് വെക്കുമ്പം കുറേ കിട്ടും. താഴോട്ട് ഞാൻ എടുക്കും. 6 ഇഞ്ചാണ് സാധാരണ, 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇതിപ്പം ഞാൻ 6 ഇഞ്ച് എടുത്തിട്ട് കൈക്കുഴി ഷേപ്പ് ചെയ്യുക. ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഒരു കൈവണ്ണം എടുക്കുക. 5 ഇഞ്ചാണ് കൈവണ്ണം. അതിനുശേഷം 1.5 ഇഞ്ചോ 2 ഇഞ്ചോ അധികം ഇട്ട് കൊടുക്കാം. അത് അടിഭാഗം ഞാൻ എടുത്ത് സ്കെയിൽ വെച്ച് വരച്ചിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കാം. നോച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് കൈ എടുക്കുന്ന 8.5 ഇഞ്ചാണ് എടുക്കേണ്ടത്. നമുക്ക് ഇവിടെ ഞുറു വെക്കുമ്പം കുറച്ച് തുണിയും കൂടെ, കുറച്ച് ഭാഗവും കൂടെ കിട്ടും. അതുകൊണ്ട് ഞാൻ അത്ര അടയാളം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലീറ്റ് പിടിക്കാനുള്ള ഭാഗമാണ് അധികം ഉള്ളത്. ഇതാണ് സ്ലീവിൻ്റെ ഭാഗം. സ്ലീവാണ്. ഇങ്ങനെയാണ് പഫ് സ്ലീവ് കെട്ടേണ്ടത്. ഇനി നമുക്ക് കഴുത്തിൻ്റെ ബാക്കിന് ഓപ്പൺ ചെയ്യുന്നത് കൊണ്ട് ഞാനിത് വെക്കുന്നില്ല. ഫ്രണ്ടിൽ ഞാൻ ഇങ്ങനെ ഒരു കഴുത്തെടുത്ത് വെച്ച് ഇത് എക്സ്ട്രാ തുണി വെച്ച് ലൈനിങ് മാതിരി വെട്ടുവാണ്. 1.5 ഇഞ്ചാണ് ഇതിന് അകലം കൊടുത്തേക്കുന്നത്. 1.5 ഇഞ്ച്, മൊത്തം 1.5 ഇഞ്ച്. നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. ബാക്കാണ് തയ്ക്കുന്നത്. ലൈനിങ്ങുമായിട്ട് കൂട്ടി യോജിപ്പിക്കുന്നതിന് മുന്നേ നമുക്ക് കഴുത്തുമായിട്ട് വെച്ച് തയ്ക്കണം.
ഒരു പിൻ ചെയ്തതിന് ശേഷം ഒരു പിൻ എടുത്ത് കുത്തണം. എന്നിട്ട് കഴുത്ത് വെച്ച് തയ്ച്ചതിന് ശേഷം നമുക്ക് സിബ് വെക്കാൻ തുടങ്ങാം. ആദ്യം ഞാൻ കഴുത്താണ് ബാക്കിലെ കഴുത്താണ് തയ്ക്കുന്നത്. കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇത് അടിച്ചു കൊടുക്കുക. വലിക്കുകയൊന്നും ചെയ്യരുത്. മൊത്തം അങ്ങ് കെട്ടിട്ട് വേണം അവസാനം തയ്ച്ച് തീർക്കാൻ. ചരിച്ച് വെട്ടി കൊടുക്കണം. തിരിച്ചിടാം. പിന്നൊക്കെ ഊരിയതിന് ശേഷം ഇത് തിരിച്ചിട്ട് നമുക്ക് പതിച്ചൊന്ന് തയ്ക്കാം. ആ സൈഡിൽ കൂടെ പതിച്ച് തയ്ച്ച് കൊടുക്കാം. അങ്ങനെ ഇത് മൊത്തം അങ്ങ് തയ്ക്കാം പതിച്ച്. ഇനി രണ്ടായിട്ട് മടക്കിയിട്ട് സിബ് എടുക്കണം. നമ്മൾ ഇൻവിസിബിൾ സിബാണ് എടുത്ത് ഇതിന് ഓപ്പൺ ചെയ്ത് വെക്കുന്നത്. അതിന് ഇറക്കം ചുരിദാറിൻ്റെ അത്രയും ഇറക്കം വേണ്ട, ഒരു 10 ഇഞ്ച് ഇറക്കം നമ്മൾ അടയാളം ചെയ്താൽ മതി. കാരണം ഇറക്കം കുറഞ്ഞ ബ്ലൗസാണല്ലോ. ടേപ്പ് എടുത്ത് വെച്ചതിന് ശേഷം 9 ഇഞ്ച് ആണ് ഞാൻ അടയാളം കൊടുക്കുന്നത്. മുകളിലോട്ട് ഒരു ഇഞ്ചും കൂടെ മാറ്റിയിട്ട് ഒരടയാളം കൊടുത്ത് 2 അടയാളം കൊടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്യാം. ഈസിയാണ്, ഇത് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റും സിബ്. ഇനി നമുക്ക് ഇത് ലൈനിങ്, ഈ തുണിയെ നമുക്കൊന്ന് തയ്ച്ച് ഉറപ്പിച്ച് വെക്കണം. ഈ ലൈനിങ്ങും ഈ ഫ്രഷ് തുണിയായിട്ട് ആ മുകളിലത്തെ തുണിയായിട്ട് അതിന് മുമ്പേ ഈ നമ്മൾ വെട്ടിയില്ലേ അവിടെ ഒരു വി ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കണം. അവിടെ അങ്ങനെ വേണം തയ്ച്ചെടുക്കാൻ. അതൊന്ന് ഉറപ്പിച്ച് വെക്കാനൊന്ന് പതിച്ച് ഒന്ന് ചുമ്മാ വെറുതെ ഒരു അടി കൊടുക്കാം. തിരിച്ചിട്ട് ബാക്കിയും കൂടെ തയ്ക്കാം. ഈ സിബ് എടുത്ത് വെച്ചതാ ഇങ്ങനെ എടുത്ത് വെച്ച് സിബ് ഒന്ന് തുറന്നതിന് ശേഷം അതിൻ്റെ പല്ല് തിരിച്ച് വെച്ച് തയ്ക്കാം. ഇങ്ങനെ വെച്ച് തയ്ച്ചു കൊടുക്കണം. അതിൻ്റെ പല്ല് ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരണം. നമ്മുടെ തയ്യൽ തുമ്പുമായിട്ട് ഇരിക്കണം. മറ്റേ പല്ലിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം ഇങ്ങനെ വെച്ചങ്ങ് തയ്ച്ചു കൊടുക്കാം. വെറുതെ ഒരു അടി അടിച്ചു കൊടുക്കുക. അതിനെ ഒന്ന് ഉറപ്പിച്ച് വെക്കുവാണ് നമ്മൾ. താഴെ വരെ അങ്ങ് തയ്ക്കാതെ. അതിന് ശകലം നമ്മൾ വെട്ടിയ ശകലം മുകളിൽ നിൽക്കണം. നമ്മൾ ചോക്ക് വെച്ച് വരച്ച ഭാഗത്ത് മുകളിൽ നിൽക്കണം. അതേമാതിരി ഇപ്പുറത്തെ സൈഡും അതേമാതിരി തയ്ച്ചു കൊടുക്കാം. സിബ് വെച്ചൊന്ന് ഉറച്ച് കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ പിൻ ചെയ്താലും മതി. തയ്ക്കുന്ന താമസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിൻ എടുത്ത് വെച്ച് അതിനെക്കാട്ടി എളുപ്പം ഇതാണ്, പിൻ ചെയ്യുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ ഫൂട്ടൊന്ന് മാറ്റണം. പ്രഷർ ഫൂട്ടൊന്ന് മാറ്റണം. ഒരു സിബ് വെക്കുന്ന ഫൂട്ടുണ്ട്, വേണ്ട ഈ പൈപ്പിംഗ് ഫൂട്ട്, അത് വെച്ച് വേണം ഇനി നമുക്ക് ആ പല്ല് ഒന്ന് അകത്തി വെച്ച് നമ്മൾ ഇടത് കൈ കൊണ്ട് ആ പല്ലൊന്ന് ഒന്ന് അകത്തി കൊടുത്ത് വേണം ആ പല്ലിൻ്റെ വിടവിൽ കൂടെ വേണം നമ്മൾ തയ്ക്കാൻ. പല്ലിൻ്റെ ആ സൈഡിൽ കൂടെ തയ്ക്കണം. ഈ ഫൂട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ തയ്ക്കാൻ പറ്റുള്ളൂ.
ഇപ്പുറത്തെ സൈഡും അതേമാതിരി വെച്ച് തയ്ക്കണം. ആ പല്ലിൻ്റെ ആ സൈഡിൻ്റെ ആ സിബിൻ്റെ പല്ല് റണ്ണർ അതിൻ്റെ അടുത്തുകൂടെ വേണം തയ്ച്ച് വരാൻ. നമ്മൾ ആ ഇടത് കൈ കൊണ്ടൊന്ന് മലത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ സൈഡിൽ കൂടെ വരും. രണ്ട് സൈഡും അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കണം. അങ്ങനെ എല്ലാം റെഡിയാക്കി അപ്പുറത്തെ സൈഡ് ഞാൻ മടക്കി വെച്ച് തയ്ച്ചിട്ടുണ്ട്. ഇതാ അങ്ങനെ എല്ലാം റെഡിയാക്കി. ഇതാ നല്ല വൃത്തിയായിട്ടുണ്ട്. ഇതാ സിബ് ഇതാ നല്ല ഓക്കെ ആയി. കണ്ട. ഇനി ഇതിനെ സിബിനെ ബാക്കിയുള്ള ബാലൻസ് ഉള്ള ഭാഗം അകത്തോട്ടിടണം. ഇട്ടിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ള ബാലൻസ് ഒന്ന് കട്ട് ചെയ്ത് അവിടെ ഒരു തയ്യലും കൊടുക്കണം. നമ്മൾക്ക് ഈ ഫൂട്ടൊന്ന് മാറ്റിയും വേണം. ഇവിടെ ഒന്ന് പിടിച്ച് തയ്ക്കണം. അതിന് ഫൂട്ട് മാറ്റി മറ്റേ ഫൂട്ട് വെച്ച് നമുക്ക് തയ്ക്കാം. വേണ്ട. ഇനി ഈ ഫൂട്ട് എടുത്തിട്ടതിന് ശേഷം കൊടുത്ത് ഇനി ആ സൈഡിൽ കൂടെ ആ സിബ് വെച്ച സൈഡ് ഉണ്ട്, അവിടെ ഒരു ഓപ്പൺ ഉണ്ടല്ലോ, സിബ് എടുത്ത് വെളിയിലോട്ട് വരാൻ ആ ഓപ്പൺ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ടൊരു വി മാതിരി ചെറുതായിട്ട് ചരിച്ച് ഒന്ന് കൊണ്ടുവന്ന് തയ്ച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാം ഓക്കെ. ഏതാ സിബ് തയ്ച്ച് റെഡിയായി. പെട്ടെന്ന് തയ്ച്ചെടുത്ത് വേണ്ട ബാക്ക് ഓപ്പൺ സിബായി. വേണ്ട അടിഭാഗവും ഭാഗവും കണ്ട നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ വെട്ടി വെച്ചേക്കുന്ന കഴുത്തിന് വെക്കേണ്ട ഫ്രണ്ടിലെ കഴുത്തിന് വെക്കേണ്ട പിന്നെ തുണിയാണിത്. അതെടുത്ത് വെച്ച് നമ്മൾ പിൻ ചെയ്ത് വെച്ച് എന്നാൽ എളുപ്പമാവും. ആ തയ്യൽ വരുന്ന ഭാഗം ആ പിൻ അങ്ങ് എടുത്ത് മാറ്റണം. ഇനി ചരിച്ച് വെട്ടിക്കൊടുക്കണം ഇതിന്ന്. ആണ്ടേ. ഇനി നമുക്ക് തോളി യോജിപ്പിക്കാം. ബാക്ക് പീസ് നമ്മൾ തയ്ച്ച് വെച്ചേക്കുക. അത് ഫ്രണ്ട് പീസ് അതിന് മുമ്പേ നമ്മൾ പതിച്ച് തയ്ക്കുന്നതിന് മുന്നേ വേണം ഇത് ഫ്രണ്ട് പീസുമായിട്ട് കൂട്ടി ഷോൾഡർ യോജിപ്പിക്കാൻ. 2 ഷോൾഡറും കൂടെ യോജിപ്പിച്ചതിന് ശേഷം വേണം ഇനി പതിച്ച് തയ്ക്കാൻ. ലാസ്റ്റ് 2 ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. മറ്റേ സൈഡും ഇതേമാതിരി തയ്ക്കാം. അതിനുശേഷം നമുക്കിതാ പതിച്ച് തയ്ക്കുവാണ് ഞാൻ. പതിച്ച് തയ്ച്ചും തീർന്ന്. ഇനി നമുക്ക് ഈ തുണിയെ ഒരു ഇതാണ്ട സിബും വെച്ച് ഷോൾഡറൊക്കെ ഫ്രണ്ടും ബാക്ക് ഇതാണ്ട ഇത് നമ്മൾ ഹെമ്മിങ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് എടുത്ത് വെച്ച് ഞാൻ ഹെമ്മിങ് ചെയ്ത്. ഇനി നമുക്കിതിനെ ഒരു തുണിയാക്കണം. ബ്ലൗസ് ഈ ലോങ് ബ്ലൗസിനെ ഒരു തുണിയാക്കിയതിന് ശേഷം വേണം കൈ തയ്ക്കാൻ. ഞാൻ അതിന് ഒരു തുണിയാക്കാൻ ഒന്ന് ലൈനിങ്ങുമായിട്ട് തയ്ക്കുവാണ്. മൊത്തത്തിൽ ഇത് 2 ഭാഗവും അങ്ങ് തയ്ക്കണം. ഫ്രണ്ടും ബാക്കും തയ്ക്കണം. ഈ ഭാഗങ്ങളിലും എല്ലാം അങ്ങ് തയ്ച്ചു കൊടുക്കുക. ഈ സ്ലീവ് എടുത്ത് പഫ് ചെയ്യുക. ചെറിയ ചെറിയ കുഞ്ഞൻ ഞുറുകൾ വേണം തയ്ക്കാൻ. ഇതേമാതിരി ചെറിയ ചെറിയ ഞുറുവിട്ട് തയ്ച്ചു കൊടുക്കണം. അപ്പം നല്ല ഭംഗിയായിട്ട് ഇരിക്കും. കുറേശ്ശെ തയ്ക്കണം. കുറച്ച് ഭാഗം തയ്ച്ചിങ്ങനെ ഞുറു പിടിച്ച് അവിടെ കൊണ്ടുവന്ന് വെച്ച് സൂചി കുത്തി നിർത്തിയിട്ട് വേണം തയ്ക്കാൻ. എന്നിട്ട് ഇനി തയ്ക്കണം. അങ്ങനെ കുറേശ്ശെ തയ്ച്ച് വേണം പ്ലീറ്റ് എടുക്കാൻ. അങ്ങനെ അത് തയ്ച്ച് തീർന്ന് ഇതേമാതിരി രണ്ട് കൈയും ഇതേമാതിരി സ്ലീവ് പഫും ഇതും അതേമാതിരി ചെയ്യണം. ചെറിയ ചെറിയ ഞുറു എടുക്കണം. പിന്നെ 2 സ്ലീവും തയ്ച്ച് ഇനി നമുക്ക് കൈ യോജിപ്പിക്കാം. കൈ ഷോൾഡറുമായിട്ട് പിന്നെ എടുത്ത് വെട്ടിയില്ലായിരുന്നു. നമ്മൾ ഫ്രണ്ട് തയ്ക്കാൻ നേരത്ത് എടുത്ത് വെട്ടണം.
മറ്റേ ഉടുപ്പ് ബ്ലൗസിൻ്റെ ഞാൻ എടുത്ത് വെട്ടിയിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ നേരത്തെ ഞാൻ കാണിച്ചില്ല. ഇപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഞാനങ്ങ് വെട്ടി. കൈ കറക്റ്റായിട്ട് ഇരിക്കണം, എന്നാലേ കൈക്കുഴി നല്ല വൃത്തിയായിട്ട് ഇരിക്കത്തുള്ളൂ. ഇനി തിരിച്ചു വെച്ചും അങ്ങനെ ഫുള്ളും വെച്ച് തയ്ക്കണം. ഒരു കൈ മൊത്തവും തയ്ച്ചിട്ട് അടുത്ത കൈയും ഇതേമാതിരി തന്നെ തയ്ക്കണം. മറ്റേ കൈയും വേണ്ട ഇതേമാതിരി എടുത്ത് വെച്ചങ്ങ് തയ്ക്കാം. ആണ്ടേ അങ്ങനെ 2 കൈയും തയ്ച്ച് കീറുന്ന നഖര് വെച്ച് അതൊന്ന് വരച്ചു കൊടുത്താൽ നല്ല വൃത്തിയായിരിക്കും. ഇനി മറ്റേ കൈയും തയ്ക്കുവാണ്. ഈ കൈ നമ്മൾ 5 ഇഞ്ചാണ്, 1.5 ഇഞ്ചോ 2 ഇഞ്ചോ അവരവർക്ക് ഏതമാതിരി തയ്യത്തും ഇടണം. 5 ഇഞ്ചാണ് കൈയുടെ ബോട്ടം വണ്ണം എടുക്കേണ്ടത്. കൈയുടെ അടിഭാഗത്ത് മൊത്തത്തിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് മടക്കിയും കൂടെ തയ്ക്കണം. മറ്റേ സൈഡും ഇതേമാതിരി തന്നെ തയ്ച്ചു കൊടുക്കണം. ആ സൈഡും തയ്ക്കുക. ഞാൻ ആവശ്യാനുസരണം ഷേപ്പും ചെയ്യണം, അടിഭാഗവും തയ്ക്കണം. ദാണ്ട അങ്ങനെ എല്ലാം തയ്ച്ച് തീർന്ന് അടിഭാഗവും മടക്കി തയ്ച്ച് ദാണ്ട കണ്ട നല്ല അടിപൊളിയായിട്ട് തയ്ച്ചിട്ടുണ്ട്. ഉടുപ്പാണ്. ഇനി പാവാട കാണിക്കാം. ഇതിൻ്റെ കണ്ട ഇതാണ് പാവാട, ഉടുപ്പ് പാവാട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.